ഒരിക്കൽ ഒരു കാട്ടിൽ ഗർഭിണിയായ ഒരു സിംഹമുണ്ടായിരുന്നു. ആ സിംഹം ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും പ്രസവത്തിൽ ചത്തുപോവുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു പോയ സിംഹക്കുഞ്ഞ് അമ്മയെ ഉണർത്താൻ ശ്രമിച്ചു. അവസാനം സിംഹക്കുഞ്ഞ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ സിംഹക്കുഞ്ഞ് ആദ്യമായി കണ്ടത് ഒരാട്ടിൻ പറ്റത്തെയാണ്. പാവം സിംഹക്കുട്ടിക്ക് ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് അവനെ കൂട്ടത്തിൽ കൂട്ടാം. അവരവനെ അവരുടെ കൂടെ കൂട്ടി. സിംഹക്കുഞ്ഞ് ആടുകളുടെ കൂടെ കളിക്കുകയും പുല്ല് തിന്നുകയും അവർ കരയുന്നത് പോലെ കരയുകയും ചെയ്തു. കാലം ഒരുപാട് കടന്നുപോയി. സിംഹക്കുഞ്ഞ് വളർന്നു വലുതായി. അവൻ ഒറ്റയ്ക്ക് മേഞ്ഞു നടക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ വെള്ളം കുടിക്കുവാൻ വേണ്ടി ഒരു അരുവിയുടെ കരയിൽ എത്തി. അരുവിയിലെ തെളിനീരിൽ അവന്റെ മുഖത്തിന്റെ പ്രതിബിംബം കാണുന്നുണ്ടായിരുന്നു. ഈ സമയം അരുവിയുടെ മറുകരയിൽ മറ്റൊരു സിംഹം അവനെ നോക്കി ഗർജിച്ചു. തങ്ങളുടെ രണ്ടുപേരുടെയും മുഖഛായ ഒരുപോലെയുണ്ടെന്ന് അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. തിരിച്ച് അവനും ഗർജിച്ചു. അപ്പോൾ അവൻ സ്വയം തിരിച്ചറിയുകയായിരുന്നു. അവൻ വേഗത്തിൽ നടന്ന് ആടുകളുടെ അടുത്തെത്തി. അവൻ പറഞ്ഞു, ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു. ഇനി ഞാൻ ഇവിടെയെല്ലാം ജീവിക്കേണ്ടത്. അതിനാൽ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ആടുകൾക്ക് ദുഃഖമായി. അവൻ അവന്റെ സത്വത്തെ തിരിച്ചറിഞ്ഞു. അവൻ അവന്റെ വഴിക്ക് പോകട്ടെ. അവനെ തടയാൻ നമുക്ക് അധികാരമില്ല. അവന് നന്മ മാത്രം വരുത്തണമെന്ന് പ്രാർത്ഥിച്ച് അവരവനെ യാത്രയാക്കി. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. നാം നമ്മളെ സ്വയം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകുന്നത്. ഇനിയും ഒരു കാര്യമുണ്ട്. നാം കൂട്ടുകൂടുന്നവരുടെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവും. നല്ലവരുമായി കൂട്ടുകൂടുമ്പോൾ നല്ലതുണ്ടാവും, ചീത്തവരുമായി കൂട്ടുകൂടുമ്പോൾ ചീത്തയും ഉണ്ടാവും. ഈ കുഞ്ഞു ടെലിഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.